അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി കാസർഗോഡുകാരുടെ പെരുന്നാളപ്പായ കടല അപ്പം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കടലപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരി 2 മണിക്കൂർ കുതിർത്തി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അത് നമുക്ക് പകുതി അരി അരച്ചെടുക്കാം. ഏകദേശം 1 കപ്പ് അരി ഇട്ട് കൊടുക്കാം. ഈ 1 കപ്പ് അരിയിലേക്ക് 2 മുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്, അതുകൊണ്ട് നമുക്ക് ഇതിന് തേങ്ങാപ്പാൽ എടുക്കണം. മിക്സിൻ്റെ ജാറിൽ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ച് പാലെടുക്കാം. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 3/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. നല്ല മിനുസത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കട്ടി നോക്കാം. കുറച്ച് കട്ടി കൂടുതലാണ്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്. മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലില്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നീർദോശയൊക്കെ ചുടുന്ന ഒരു കട്ടിയിലാണ് വേണ്ടത്. അപ്പം ഇത് കണക്കായ ലൂസാണ്. അപ്പോൾ നമുക്ക് ഇനി അപ്പം ചുട്ടെടുക്കാം. നമുക്ക് കടലപ്പം ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ ആകുമ്പോൾ നമ്മൾ കടല അപ്പമൊക്കെ കുറച്ച് നാൾ വെക്കുന്നതായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും സൺഫ്ലവർ ഓയിലോ അതുപോലത്തെ എന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. കടലയപ്പം ചുടാൻ വേണ്ടി ഞാൻ ഇവിടെ 250 ഗ്രാം കടല എടുത്തിട്ടുണ്ട്. ഇതിന് മണിക്കടലാന്നും പൊട്ടുകടലാന്നും പിന്നെ എന്നൊക്കെ പറയും. ഈ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് കടല, ഒരു പ്രാവശ്യം ഉണ്ടാക്കേണ്ട കടല ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചുട്ടെടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഒന്ന് തീ കുറച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് കോരിയിട്ട് ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം തീ വീണ്ടും കൂട്ടിയിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിവിടുത്തെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. രണ്ട് മിനിറ്റിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്യാം. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അരിപ്പക്കയിലേക്ക് മാറ്റി ഓയിൽ കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി കിഡിലൻ കാസർഗോഡൻ കടലയപ്പം റെഡിയായി. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്